വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ കക്ക ഫ്രൈ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 250 ഗ്രാം കക്ക ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീനാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ കക്ക ഇറച്ചി ഒന്ന് വേവിച്ച് നമുക്ക് എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരു 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി ഇത് ശരിക്ക് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ ഇടണം. അതിൻ്റെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇനി നമുക്കിത് വേവിച്ചിട്ട് ആണ് ഫ്രൈ ചെയ്ത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് വേപ്പില ഇട്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് അടുത്തതായിട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ശരിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് ശരിക്കൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി പിന്നീട് ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തല്ലോ. പിന്നെ ഞാൻ ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയാണ്. ഉപ്പ് നമ്മൾ നോക്കിയിടണം. കാരണം കക്കയിറച്ചി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. ഇനി ഇത് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് വേണം നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഒരു എല്ലാം പൊടികളൊക്കെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എല്ലാം മൂത്ത. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടുമ്പം നമ്മളിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് നമുക്കിത് ഫ്രൈ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് കക്കയിറച്ചിയുടെ ഇടയ്ക്ക്. അപ്പോൾ തേങ്ങാക്കൊത്തും മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആ എണ്ണ തന്നെ കിടന്ന് ഫ്രൈ ആകണം ഇത് ശരിക്ക്. ഇനി എണ്ണ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം കറക്റ്റാണ് എണ്ണയൊക്കെ. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഒത്തിരി മൂത്ത് പോകുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് ഇഷ്ടം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇനിയും ഫ്രൈ ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ ഇച്ചിരൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് കക്കയിറച്ചി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ അഴുക്ക് വയറ്റിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ശരിക്കും ക്ലീൻ ചെയ്തെടുക്കണം. ഞെക്കി കളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആകാനുണ്ട്. അപ്പോൾ അതേ കക്ക ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ തുടരെ ഇളകിക്കൊണ്ടിരിക്കണം. ഇത്രയും ഫ്രൈ ആവുന്നത് വരെ. നല്ല ഫ്രൈ ആയാലേ നല്ല ടേസ്റ്റ് വരികയുള്ളൂ. ആ തേങ്ങാക്കൊത്തും സവാളയൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം.